വീണു പോകാവുന്നതും തോറ്റുപോകാവുന്നതുമായ ഒത്തിരി സാഹചര്യങ്ങൾ രോഗത്തിലൂടെ ആകട്ടെ, കടഭാരത്തിലൂടെ ആകട്ടെ, വേദനകളിലൂടെ ആകട്ടെ ജീവിതത്തിൽ കടന്നു വന്നതാ. ഇതേ സാഹചര്യത്തിലൂടെ കടന്നുപോയ ഒത്തിരി പേർ ഇനി ജീവിതം വേണ്ടെന്ന് പറഞ്ഞ് ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടു പോയി. നമ്മൾ ഇന്ന് നിലനിൽക്കുക വേദനകളില്ലാഞ്ഞിട്ടൊന്നല്ല, ആ വേദനകളിലൂടെ തന്നെ ഇന്നും നമ്മൾ നിലനിൽക്കുക. ആ നിലനിൽക്കാനുള്ള കാരണം എന്ന് പറയൂ, കർത്താവിൻ്റെ കൃപയാ. എന്തിനാ കർത്താവ് കരുണ കാണിച്ച് നമ്മളെ നിലനിർത്തിയതെന്നറിയോ? കഴിഞ്ഞ നാളുകളിൽ നീ തളർന്നു പോകാവുന്ന, വീണു പോകാവുന്ന സാഹചര്യങ്ങളെല്ലാം വന്നപ്പോഴും ദൈവസന്നിധിയിൽ വേദനയോടുകൂടെ ദൈവസന്നിധിയിൽ ഇരിക്കാൻ നീ മനസ്സ് കാണിച്ച നിന്നെ മഹത്വമാക്കി വിശാലതയിൽ നിന്നെ നിർത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതേ പ്രിയരെ, ഈ വർഷം കണ്ണുനീരിൻ്റെ വർഷമായി മാറാൻ ദൈവം അനുവദിക്കത്തില്ല. മറിച്ച് കണ്ണുനീരോടുകൂടെ വിതച്ചവരെല്ലാം ആർപ്പോടുകൂടെ കൊയ്യുന്നൊരു സമയമുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഈ വർഷം ആർപ്പിൻ്റെ കൊയ്ത്തിൻ്റെ സമയ, ഇരുട്ട് വെളുക്കുന്നത് പോലെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കും. ഈ വർഷം മഹത്വമായി മാറും. ഗോഡ് ബ്ലെസ് യു. ആമേൻ.